Psalmist says, "Bless the Lord, O my soul. Bless his holy name." എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ വിശുദ്ധനാമത്തെ ഉയർത്തുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുവല്ലോ. It's been almost 9 months since we have physically met for worship and the breaking of bread. നമ്മൾ ആരാധനയ്ക്കായിട്ടും അതുപോലെ അപ്പം മുറിക്കലിനായിട്ടും ഒക്കെ നമ്മൾ നേരിട്ട് ഒരുമിച്ച് കൂടി വന്ന സമയങ്ങള് ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പേ ആയിരുന്നു. It had been such a blessing that we were able to learn and study the word of God with a richly way in the past 9 months. കഴിഞ്ഞ 9 മാസമായിട്ട് വളരെ ആഴമായിട്ട് ദൈവവചനം പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായി തീർന്നു. I don't think that we ever have got as a church to study the word of God in such an intense way in past 9 months. ഇത്ര അദമ്യമായിട്ട് വചനം പഠിക്കാനായിട്ട് സഭയുടെ ചരിത്രത്തിൽ തന്നെ കഴിഞ്ഞ 9 മാസം പോലെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്നു. As I made a statement in the beginning that COVID had been a celebration in that sense. ആ അർത്ഥത്തില് ഈ കോവിഡ് കാലം ഒരു ആഘോഷ കാലമായിരുന്നു. But this also brings an accountability to each individual as an assembly. അതേസമയം തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ദൈവത്തോട് ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നുണ്ട്. What have we learned, or how have we been living or responding to the scripture or the word which has gone inside our heart? നമ്മൾ പഠിച്ച കാര്യങ്ങളോട് നമ്മുടെ ഉള്ളിലേക്ക് പോയ ദൈവവചനത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? Or as James says, was it like a face watching on the mirror or a bubble for a moment which has been of our study? നമ്മുടെ വചന പഠനം യാക്കോബ് പറയുന്നത് പോലെ കണ്ണാടിയിൽ തന്റെ മുഖം കണ്ടിട്ട് അത് മറന്നു പോകുന്നവനെ പോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കുമിള പോലെയോ ആയിരുന്നുവോ? It is a time for an introspection. ഒരു സ്വയപരിശോധനയ്ക്കുള്ള ഒരു സമയമായിട്ട് ഇതിരിക്കുന്നു. And today I would like you all to just get into that introspection mode to examine together with me. ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു സ്വയപരിശോധനയുടെ ഒരു ആത്മാവിലാകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. We had 40 days of metamorphosis series. 40 ദിവസം കൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്ന ജീവികളെ കുറിച്ച് നമുക്കറിയാം. No, we had a meeting of 40 days of metamorphosis. നമുക്ക് 40 ദിവസം നീണ്ടുനിന്ന രൂപാന്തരണത്തെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ് തന്നെ ഉണ്ടായിരുന്നുവല്ലോ ആദ്യ സമയത്ത്. Then we had a fantastic convention meetings for 4 days along with the Bible study. നമുക്ക് ബൈബിൾ സ്റ്റഡിയോട് ചേർന്നുള്ള കൺവെൻഷന് 4 ദിവസം അതേ തുടർന്നുണ്ടായിരുന്നു. I mean, you look back and you will find that we have been having n number of series where word of God were taught, and we have been constantly logging into the meetings to learn. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അനേക സീരീസുകൾ ദൈവവചനം ആഴമായി പഠിക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നു. So I really want to just take your attention to a portion where I want to examine your heart, your attitude, and our learning thus far. ഇതുവരെയുള്ള നമ്മുടെ പഠനത്തോടും അതുപോലെ കേട്ട വചനത്തോടുമുള്ള മനോഭാവത്തെ കുറിച്ച് ബന്ധപ്പെട്ട ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാം. I am sure this is something very, very familiar to all of us. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഭാഗമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. And I am also sure that you will be coming back to me saying that this had been something too hard for us to take it in as an accountability part for an individual. ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട കാര്യമെന്നുള്ള നിലയിൽ ഇത് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ അല്പം കാഠിന്യമുള്ള ഒരു ഭാഗമായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പിന്നീട് പറയും എന്നും എനിക്കറിയാം. I want to talk about the conditioning of heart. നമ്മുടെ ഹൃദയത്തിനെ പരുവപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്.
let me take the freedom to make a statement like this. ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം എടുത്തുകൊള്ളട്ടെ. The heart, the natural tendency of a heart is to be away from God. നമ്മുടെ ഹൃദയത്തിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ആ രീതി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്ക വിധത്തിലുള്ളതാണ്. The natural tendency of heart is to enjoy the world in every sense. ഈ ലോകത്തെ എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ പ്രകൃതിപരമായിട്ടുള്ള രീതി. So in one side the heart does not want to go to God, and other side the heart wants to just be attracted to the world and worldly things. ഒരു വശത്ത് ഹൃദയത്തിന് ദൈവത്തിങ്കിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല, മറുവശത്ത് ലോകത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള വലിയ ഒരു പ്രേരണയുമുണ്ട്. I am sure you all will be having a iron knife at your home and kitchen. നിങ്ങളുടെയൊക്കെ അടുക്കളയിൽ കത്തി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. If you don't use an iron knife, you see the impact of rust taking over the sharpened area. വളരെ മൂർച്ചയുള്ള കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം ഉപയോഗിക്കാതെ കുറെ ദിവസം വെച്ച് കഴിയുമ്പോൾ തുരുമ്പെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. So the natural tendency of the iron is to get rusted over it. ഇരുമ്പിന്റെ ഒരു പ്രകൃതിപരമായ സ്വഭാവം എന്ന് പറയുന്നത് തുരുമ്പ് പിടിക്കുക എന്നുള്ളതാണ്. So is our heart. അതുപോലെയാണ് ഹൃദയവും. If you do not hook to the Lord or to His word, the tendency would be to be away and to enjoy the world in every sense. ഹൃദയത്തെ എല്ലായ്പ്പോഴും ദൈവത്തോടും അതുപോലെ ദൈവവചനത്തോടും ചേർത്ത് ബന്ധിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഓടിപ്പോയി ലോകത്തെ ആസ്വദിക്കാനുള്ള ഒരു രീതിയാണ് ഹൃദയത്തിൻ്റെത്. My beloved, this takes so much of effort to be glued with the Lord and Lord's word. അതുകൊണ്ട് തന്നെ ദൈവത്തോടും ദൈവവചനത്തോടും ചേർത്ത് ഒട്ടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. And you have to work really hard to be glued with God and God's plan on earth. ദൈവവചനത്തോടും അതുപോലെ ദൈവത്തോടും അങ്ങനെ ചേർത്തൊട്ടിച്ചു നിർത്തുവാനായിട്ട് കഠിന പ്രയത്നം തന്നെ ആവശ്യമാണ്. But you don't need any effort to do any ungodly things. എന്നാൽ അനാത്മികമായ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യാതൊരു ശ്രമത്തിന്റെയും ആവശ്യമില്ല. So how can we see our heart, examine our heart in that sense? ഈ അർത്ഥത്തില് നമ്മുടെ ഹൃദയത്തെ നമുക്ക് എങ്ങനെ പരിശോധിക്കാനായിട്ട് കഴിയും? See, if I want to take your attention to the danger side of the heart, because that something will always take us away from God. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിൽ നിന്ന് എപ്പോഴും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അപകടകരമായ ആ വശങ്ങളിലേക്ക് നമുക്ക് പോകാം. Turn to book of Gospel of Mark and chapter 3 verses 1 to 9. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതു വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാനക്കര നിന്നും സോരിന്റെയും സീദോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു. പുരുഷാരം അവനെ ഞെരുക്കാതെ ഇരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറു പടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. You'll see here
The story is of a man with a deformed hand. വരണ്ട കൈയുള്ള ഒരു മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. The story is told in such a way where this man is in the center of the entire anecdote. ഈ ചരിത്ര സംഭവത്തിന്റെ കേന്ദ്ര ഭാഗത്തായിട്ടാണ് ഈ മനുഷ്യൻ ഇപ്പോൾ ആയിരിക്കുന്നത്. But that is not the real understanding of this scripture. എന്നാൽ ഈ ഭാഗത്തെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ അതല്ല വാസ്തവത്തില് അതിന്റെ കഥാതന്തു. He was just a part of the whole episode. അവന് വാസ്തവത്തിൽ ആ സംഭവത്തിന്റെ ആകെ ഒരു ഭാഗം മാത്രമായിരുന്നു. But Lord is very clear in exposing certain things in regard to the mankind. ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയായിരുന്നു കർത്താവ് ചെയ്തത്. In particularly, he has been exposing the teachers and their heart. മാത്രമല്ല കർത്താവ് അവരുടെ പഠിപ്പിക്കുന്നവരുടെ ഹൃദയത്തെയും അവരെയും കുറിച്ച് വാസ്തവത്തില് വെളിപ്പെടുത്തുകയായിരുന്നു. When I was reading this portion, I was so disappointed in terms of looking myself in the light of these Pharisees. ഈ പരീശന്മാരോടുള്ള ബന്ധത്തിൽ എന്നെ പരിശോധിച്ചപ്പോഴ് ഞാൻ വളരെ ദുഃഖിതനായി തീർന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. Because we also are somewhere able to relate these Pharisees and their attitude in certain way. ചില രീതികളില് നമ്മളും ഈ പരീശന്മാരെ പോലെ ഉള്ള ഒരു സ്വഭാവം ഉള്ളവരാണ്. We are so inclined to our traditionalism or to our system that out of a step for God is sometimes refraining from God in totality. നമ്മള് പലപ്പോഴും പാരമ്പര്യ കാര്യങ്ങളിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് പിടിവാശിയുള്ളവരായതുകൊണ്ട് ഒരു പടി വെളിയിലോട്ട് പോയി കർത്താവിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നവരെ തടയുന്നവരാണ്. And here, this is what I want to introspect today. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതും ഈ കാര്യം തന്നെയാണ്. Because past 9 months we have got so much and we don't value them at all. കഴിഞ്ഞ 9 മാസമായിട്ട് നമുക്ക് വളരെയധികം വചനം ലഭിച്ചു, എന്നാൽ നമ്മൾ അതിന് വലിയ മൂല്യം കൽപ്പിക്കുന്നില്ല. And today I want to just take your attention to the hearts of these Pharisees. How did they react to the situations here? ഇന്ന് ഈ പകൽ സമയത്ത് ഈ പരീശന്മാര് എങ്ങനെയാണ് ഈ കാര്യങ്ങളോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. There are 3 observations of the hearts which I want to bring before you. ഹൃദയവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു. Number 1, these Pharisees had something called insensitive heart. ഒന്നാമതായിട്ട് ഈ പരീശന്മാർക്ക് ലോലുപതയില്ലാത്ത അല്ലെങ്കിൽ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ഹൃദയം ഉണ്ടായിരുന്നു. Can you read verse 4, uncle? 4ാമത്തെ വാക്യം വായിക്കാം. ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതു വിഹിതം എന്ന് ചോദിച്ചു. Now this story is basically written in other 2 gospels also. ഈ ചരിത്രം മറ്റ് 2 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And both the writers have given some more informations in regard to these people. ഈ ജനങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ വിവരങ്ങള് ആ ലേഖനകർത്താക്കള് ആ സുവിശേഷകർത്താക്കള് നൽകിയിട്ടുണ്ട്. I want you to just fiddle between these portions of Matthew chapter 12 and Luke 6 and also these portions in Mark 3. നിങ്ങള് മത്തായിയുടെ സുവിശേഷം 12ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 6ാം അധ്യായത്തിലും അതുപോലെ മർക്കോസിന്റെ സുവിശേഷം നമ്മളിപ്പം വായിച്ച 3ാം അധ്യായത്തിലും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. Now very carefully just read their insensitivity of this situation, particularly in regard to this man. ഈ മനുഷ്യനോടുള്ള ബന്ധത്തില് അവരുടെ ആ പ്രതികരണ ശേഷി കുറവ് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം വളരെ ശ്രദ്ധയോടുകൂടെ.
Now, uncle, can you just read verse 2 and 3 also? 2ഉം 3ഉം വാക്യങ്ങള് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. Now, this in verse 2, it says very clearly, these Pharisees were just wanting to see whether Lord is ready to heal this man with a defamed hand. ഈ 2ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ഈ വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്ന് വളരെ ശ്രദ്ധയോടെ ഈ പരീശന്മാര് കാത്തു ശ്രദ്ധിച്ചിരിക്കുകയാണ്. These Pharisees had no interest on the man with the defamed hand. ഈ കൈ വരണ്ട മനുഷ്യന്റെ കാര്യത്തിൽ അവർക്ക് ഒരു ചിന്തയുമില്ല. They are more interested whether Jesus Christ is healing this gentleman or not, so that they can catch hold of him. ഇവനെ സൗഖ്യമാക്കുക വഴി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറ്റത്തിൽ പിടിക്കാമോ എന്നുള്ളതിലാണ് അവരുടെ ശ്രദ്ധ. So their insensitivity is so intense that they have no regard for this man with a deformed hand. ഈ കൈ വരണ്ട മനുഷ്യനോട് അവർക്ക് യാതൊരു കരുണയും ഇല്ലാതെ വണ്ണം അവരുടെ പ്രതികരണ ശേഷി നശിച്ച മനസ്സ് അവരെ ആക്കി തീർത്തിരിക്കുന്നു. When you compare these gospels, you will understand this man is sitting in the forefront of the synagogue. നമ്മള് മറ്റ് സുവിശേഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് വായിക്കുമ്പോൾ ഇവന് അവരുടെ പള്ളിയുടെ നടുക്കാണ് ഇരിക്കുന്നത്. And also, when you read the history, you will understand the man with the disability were not allowed to sit in the front. നമ്മള് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള ബലഹീനതയുള്ളവര് ഏറ്റവും മുന്നിലിരിക്കാൻ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. So the conclusion was, these Pharisees had brought this man with a deformed hand to sit in the front in order to catch hold of Jesus Christ with his deed on Sabbath. അതിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യം, ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ ഈ പരീശന്മാര് തന്നെ കർത്താവ് കാണത്തക്ക വിധത്തില് ഏറ്റവും മുൻനിരയിൽ കൊണ്ടിരുത്തിയതായിരിക്കണം. And they really wanted to catch hold of Jesus's faith in regard to his laws, Mosaic laws. മോശയുടെ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തില് കർത്താവിനെ എങ്ങനെയും കുരുക്കണം എന്നുള്ള വാശിയിലാണ് ഈ പരീശന്മാർ. And they had gone to that insensitive level where they had no value for this man at all. അങ്ങനെ അവര് ഈ മനുഷ്യന് യാതൊരു വിലയും കൊടുക്കാത്ത വളരെ കഠിന ഹൃദയന്മാരായിട്ട് തീരുകയാണ്. My beloved, how is your and my heart in terms of insensitivity? പ്രിയപ്പെട്ടവരെ, കാഠിന്യത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട അവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയും എന്റെയും ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? We understand that we are going through such a pandemic, and we do have a lot of neighbors and friends and colleagues who are struggling mentally, physically, financially, so on and so forth. നമുക്കറിയാം, നമ്മള് ഒരു മഹാമാരിയുടെ നടുക്കൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ അയൽക്കാരായിട്ടുള്ള അനേകര് വളരെയധികം പ്രശ്നങ്ങളിലൂടെ, പട്ടിണിയിലൂടെ, രോഗത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. How are we responding to their needs? അവരുടെ ആവശ്യങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? Are we so insensitive that we don't even have a time to give them a call? അവരെ ഒന്ന് വിളിക്കാൻ പോലും ഉള്ള ആ കാരുണ്യമില്ലാത്തവരായിട്ട് നമ്മൾ പ്രതികരണ ശേഷി ഇല്ലാത്തവരായി തീർന്നുവോ? And most of the times you call a person and then you will realize that they have been longing to talk during this epidemic. നമ്മൾ പലരെയും വിളിക്കുമ്പോൾ നമ്മുടെ ഒരു അനുഭവമാണ്, നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവര് ആരെങ്കിലും ഒന്ന് വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള പ്രതികരണം ലഭിക്കുന്നത്. And my personal experience has been with the people, those who are in old age. You just give them a call, they are so excited to share their feelings. ചില പ്രായമുള്ളവരുള്ള ബന്ധത്തിൽ എനിക്ക് അങ്ങനെയുള്ള അനുഭവമുണ്ട്. അവരെ ഒന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവർ വളരെ ആവേശഭരിതരായിട്ട് അവരുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. But we have gone hardened with our heart. We are not sensitive even to understand that there are so much of need around us. എന്നാൽ നമ്മുടെ ചുറ്റും
ഇത്രയധികം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നമ്മൾ വളരെ കഠിന ഹൃദയരായിട്ട് പ്രതികരണശേഷി നശിച്ചവരായിട്ട് തീർന്നിരിക്കുന്നു. And we have our own reasons. നമുക്ക് നമ്മുടേതായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. We have got so much of work, or we have got so much of other responsibility that we don't get time, or sometimes we are not capable, so on and so forth. നമുക്ക് ധാരാളം ജോലി ഉള്ളത് കൊണ്ട് അതിനിടയ്ക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെയൊക്കെ സഹായിക്കാനുള്ള കഴിവില്ല, അങ്ങനെയുള്ള പല പല ന്യായങ്ങൾ നമുക്കുണ്ടായിരിക്കാം. My beloved, make a list of the people, those who really want to call. നമ്മൾ വിളിക്കേണ്ടവരായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. And I would request you all to call at least 2 of them daily. ഓരോ ദിവസവും അവരിൽ 2 പേരെയെങ്കിലും വിളിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. You can't go and meet them, but at least you can give them a call. അവരെ പോയി കാണാനായിട്ട് കഴിയുകയില്ലായിരിക്കാം, എന്നാൽ അവരെ വിളിക്കാൻ കഴിയുമല്ലോ. And it would be even all the more good if you can give them a video call. ഒരു വീഡിയോ കോൾ കൊടുക്കാമെങ്കിൽ അതിൽ ഏറെ പ്രയോജനകരമായിരിക്കും. A small gesture can really build the relationship, which sometimes we can't comprehend. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം ഇങ്ങനെയുള്ള ചെറിയ ഒരു നടപടി ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ സഹായിക്കും. My beloved, our learning in the word of God is something which is the base of the building relationship in this world. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ ബന്ധങ്ങൾ ഉയർത്തേണ്ടതിന്റെ അടിസ്ഥാനമായിട്ടിരിക്കുന്നു. So have a sensitive heart. ഒരു ലോലുപതയുള്ള അല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ള ഒരു ഹൃദയമുള്ളവരായിട്ടിരിക്കുക. I remember one of a very renowned cricketer and speaker giving an anecdote of his life meeting with the Mother Teresa in Kolkata. മദർ തെരേസയെ സംബന്ധിച്ച വളരെ പ്രശസ്തനായ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പറഞ്ഞ അനുഭവത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. He wanted to meet Mother Teresa in Kolkata. കൽക്കട്ടയിലെ മദർ തെരേസയെ കണ്ടുമുട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. He went to his office with an appointment. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരുടെ ഓഫീസിലേക്ക് പോയി. So secretary told that mother, please wait for some time. Mother is busy nursing the inmates. അപ്പം അവിടെയുള്ള സെക്രട്ടറി പറഞ്ഞു, മദർ അവിടെയുള്ള അന്തേവാസികളിൽ ചിലരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുക എന്ന്. So he requested the secretary if he could move around the campus, seeing the people and the inmates. അപ്പൊ അദ്ദേഹം ആ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു, തനിക്ക് ക്യാമ്പസിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെയുള്ളവരെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന്. So secretary allowed him and he started moving from one building to another. അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. He says he was so fascinated with the names of the building written over it. ഓരോ കെട്ടിടത്തിലും എഴുതിയിരുന്ന ആ കെട്ടിടങ്ങളുടെ പേരുകൾ കണ്ട് തനിക്ക് വളരെ അത്ഭുതം തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു. House of Restoration, House of Hope, so on and so forth. പുനഃസ്ഥാപനത്തിന്റെ കെട്ടിടം, അതുപോലെ പ്രത്യാശയുടെ കെട്ടിടം, അങ്ങനെ പല വിധത്തിലുള്ള പേരുകൾ. And there he saw one marquee pointing to a building called House for Dying. മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കെട്ടിടം എന്നുള്ള ഒരു ബോർഡ് തനിക്ക് കാണാനായിട്ട് ഇടയായി. So he was quite fascinated to go over that building. ആ കെട്ടിടത്തിലേക്ക് പോകാൻ തനിക്ക് വളരെ ആകാംക്ഷയുണ്ടായി. And he started walking towards that and he found that there was some very foul smell coming from that building. അദ്ദേഹം ആ കെട്ടിടത്തോട് സമീപിച്ചപ്പോൾ വളരെ ദുർഗന്ധം ആ കെട്ടിടത്തിൽ നിന്ന് വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. He could not stand there for 2 minutes. The foul smell was so intense. He says that he was almost in the verge of vomiting. അദ്ദേഹത്തിന് 2 മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. താന് ഛർദിക്കുമോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള അവസ്ഥയിലായി. But later there he was told that mother was inside clearing or nursing the wound of the leprosy person with leprosy who was almost in the verge of dying. അപ്പോൾ ആ കാര്യത്തെ കുറിച്ച് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, മദർ അതിനകത്തുള്ള കുഷ്ഠം വന്ന് മരിക്കാറായ ഒരു രോഗിയുടെ വ്രണം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. He came back and he was ashamed of his
attitude. തന്റെ മനോഭാവത്തെക്കുറിച്ച് താൻ വളരെ ദുഃഖിതനായിട്ട് മടങ്ങി വന്നു. He had gone to donate some money to the mother and the institution. മദറിനും അതുപോലെ സ്ഥാപനത്തിനും കുറച്ച് പണം നൽകാനായിട്ടാണ് താൻ വാസ്തവത്തിൽ വന്നത്. But after meeting the mother, mother said, we are more interested of your time than your money for the institute. അപ്പം മദറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മദർ പറഞ്ഞു, പണത്തെക്കാളും താങ്കളുടെ കുറച്ച് സമയം സ്ഥാപനത്തിൽ ലഭിക്കുന്നതിലാണ് താല്പര്യമെന്ന്. My beloved, there are so much of sensitiveness we have to show as a child of God in the world. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ നമ്മൾ ഈ ലോകത്തോട് വളരെയേറെ പ്രതികരണ ശേഷി ഉള്ളവരായി പ്രവർത്തിക്കേണ്ടതാണ്. He asked mother, why do you do what you do? അപ്പൊ അദ്ദേഹം മദറിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മദർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. She said the statement which makes me this story tellable. Pardon? She made a statement like this which makes me this story tellable. മദർ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പ്രത്യേക പ്രസ്താവന നടത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇവിടെ പറയാനായിട്ട് ഇടയാകുന്നത്. She says, I nurse the image of God, feeling that I am nursing God himself. ഞാന് ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള ചിന്തയിലാണ്. My beloved, how is your and my attitude toward the image of God who are around us? നമ്മുടെ ചുറ്റുമുള്ള ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം പ്രിയപ്പെട്ടവരെ എങ്ങനെ ഇരിക്കുന്നു? There are so much of people with pain and suffering. വേദനയുള്ള കഷ്ടതയുള്ള അനേകര് നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലോ. There are so many people, they are just lonely. They need a call, they need a support, they need a voice to be heard. ഏകാന്തതയുള്ള അനേകര് നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. അവർക്ക് ഒരു പിന്തുണ അല്ല, നമ്മുടെ ഒരു ശബ്ദം കേൾക്കാൻ ആഗ്രഹമുള്ളവരായിട്ട് അങ്ങനെ എത്ര പേരുണ്ട്. Be sensitive, as we are the light and the salt of this world. നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചവും ഉപ്പും ആണെന്നുള്ള അർത്ഥത്തില് കൂടുതൽ പ്രതികരണ ശേഷിയുള്ളവരായിരിക്കാം. Lord was exposing the Pharisees with their hardened heart. കർത്താവ് പരീശന്മാരുടെ ഹൃദയത്തോട് ഇടപെടുകയായിരുന്നു. And these Pharisees has come on in the synagogue, or brought the man with a withered hand in the synagogue in order to catch hold of Christ Jesus. കർത്താവിനെ കുരുക്കുവാൻ വേണ്ടിയാണ് ഈ പരീശന്മാര് ഈ വരണ്ട കൈയുള്ളവനുമായിട്ട് ഈ സിനഗോഗിലേക്ക് പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. Their attitude towards this man with the deformed hand was so insensitive. അവരുടെ ഈ കൈ വരണ്ട മനുഷ്യനോടുള്ള മനോഭാവം വളരെ വളരെ അനുകരണീയമല്ലാത്തതായിരുന്നു. But God was exposing them. കർത്താവ് അവരെ തുറന്നു കാണിക്കുകയായിരുന്നു. So insensitive heart. Second, hypocrite heart. രണ്ടാമതായിട്ട് അവരുടെ ഹൃദയം പ്രതികരണശേഷി ഇല്ലാത്തതായിരുന്നു എന്ന് മാത്രമല്ല, അത് കപടഭക്തി നിറഞ്ഞതുമായിരുന്നു. Come to Gospel of Matthew chapter 12. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരാമോ? Verses 10-11. 10-11 വാക്യങ്ങൾ. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? Look at the hypocrisy of these people. ഈ മനുഷ്യരുടെ കപടഭക്തി ഒന്ന് കണ്ടേ. They are not interested whether Christ can heal or not. They are interested whether they are not interested whether this man can be healed or not. They are interested whether they can catch hold of Christ or not. ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല അവര് ചിന്തിക്കുന്നത്, കർത്താവിനെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. But interestingly, Lord is pointing his finger on their face as a point blank, asking with a question in response. കർത്താവ് അവരുടെ നേരെ കൈ ചൂണ്ടി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പ്രതികരണം ഉളവാക്കുകയാണ്. He's asking, if you have got a sheep and falls in the well, will you not take it out?
കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ആടുണ്ട്, അത് കുളത്തിൽ വീണെന്ന് വിചാരിക്കുക, നിങ്ങൾ ശബത്ത് നാളിൽ അതിനെ എടുക്കുകയില്ലയോ? And their response would we will take it up. അവരുടെ ഉത്തരം, ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ രക്ഷിക്കും എന്ന് തന്നെ ആയിരിക്കും. So Christ is basically bringing the question to the very straight manner. കർത്താവ് വളരെ നേരെ തന്നെ ആ ചോദ്യം അവരുടെ നേരെ ഉതിർക്കുകയാണ്. So your sheep is more important than the man who is standing in midst. കർത്താവ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ കൈവരണ്ട മനുഷ്യനേക്കാളും വിലയേറിയതായിട്ട് തോന്നുന്നത് ഒരാടിനെയാണോ എന്ന്. Look at the hypocrisy of these people. ഇവരുടെ കപടഭക്തി ഒന്ന് കാണുക. They were absolutely hardened in their heart in terms of this man. ഈ മനുഷ്യനോടുള്ള ബന്ധത്തില് അവരുടെ ഹൃദയം അങ്ങേയറ്റം കഠിനപ്പെട്ടിരിക്കുകയാണ്. They are having so much of grudge toward Christ that they wanted to catch hold of him even by doing good. കർത്താവ് നന്മ ചെയ്യുന്നതിന്റെ പേരിൽ ആയാൽ പോലും വേണ്ടില്ല, ഈ കർത്താവിനെ എങ്ങനെങ്കിലും കുരുക്കണം എന്നുള്ളതാണ് അവരുടെ ഹൃദയത്തിലുള്ള വാശി. How is your heart in terms of hypocrisy? നമ്മളുടെ ഹൃദയം കപടഭക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു? How is my life from Monday to Saturday and then on Sunday? എന്റെ ജീവിതം തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെയും അതിനുശേഷം ഞായറാഴ്ചയും എങ്ങനെ ഇരിക്കുന്നു? How do I live my office life and how do I live my Sunday morning life? എന്റെ ഓഫീസ് ജീവിതവും എന്റെ ഞായറാഴ്ച രാവിലത്തെ ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്താൽ എങ്ങനെയുണ്ട്? Does my professional really drives my personal life with Lord? എന്റെ ജോലി എന്റെ കർത്താവുമായിട്ടുള്ള ജീവിതത്തെ സഹായിക്കത്തക്ക വിധത്തിലുള്ളതാണോ? But most of the time we struggle. പലപ്പോഴും നമ്മള് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കാര്യത്തില്. I don't know about you, but I struggle so much in terms of my life. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാൽ എനിക്ക് ഈ രംഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. Most of the time I struggle to balance my professional life and my personal life with the Christ. എന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ജീവിതത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും സമതുലിതമായി കൊണ്ടുപോകേണ്ടതിനായിട്ട് ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. I struggle so much that I have to confess daily to God for healing my heart in the way he wants me to. ഞാൻ അത്ര കണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഞാൻ എല്ലാ ദിവസവും തന്നെ കർത്താവിനോട്, കർത്താവെ എന്നോട് ക്ഷമിക്കണം, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതായി വരുന്നുണ്ട്. I'll give you one of my anecdote of me being invited in one of 3 days meeting in a special meeting in an assembly which I don't want to name. ഞാൻ ഒരു പ്രത്യേക സഭയിൽ പോയ ഒരു പ്രത്യേക മീറ്റിംഗ്, 3 ദിവസം മീറ്റിംഗിനെ കുറിച്ചുള്ള എന്റെ ഒരു അനുഭവ കഥ ഞാൻ പറയാം. സഭയുടെ പേര് ഞാൻ പറയുന്നില്ല. I was invited as a speaker. ഒരു പ്രാസംഗികനായിട്ട് ക്ഷണിച്ചു. So I was bit late to reach the spot the first day. എത്തിച്ചേരാൻ ആദ്യത്തെ ദിവസം അല്പം താമസിച്ചു പോയി. So they all had began the songs. അവര് പാട്ട് അതിനോടകം തന്നെ തുടങ്ങി കഴിഞ്ഞിരുന്നു. So the place where who had invited me was also a person with Hindi speaking. ഹിന്ദി സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. So I reached there, he guided me, he held my hand and took me speaking Hindi and took me to the front row where all the elders were sitting. അദ്ദേഹം തന്നെ, ഈ ഹിന്ദി സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹം തന്നെ എന്നെ ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട് എന്റെ കൈ പിടിച്ച് മുൻനിരയിലെ മൂപ്പന്മാരിരിക്കുന്ന നിരയിലേക്ക് കൊണ്ടിരുത്തി. So he told me certain statement in Hindi and I also wished him. ഹിന്ദിയിൽ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാനും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചു. But the elder who was sitting next to me was little uncomfortable. എന്നാൽ എന്റെ അടുത്തിരുന്ന മൂപ്പന് അല്പം എന്തോ ഒരു അസ്വീകാര്യത പോലെ തോന്നി. He did not know who was the speaker and they had no idea who would be coming. ആരായിരിക്കും പ്രാസംഗികനെന്നോ ആരാ വരുന്നതെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. They knew the name and that's all. അവർക്ക് ആകെ അറിയാവുന്ന പ്രാസംഗികന്റെ പേര് മാത്രമായിരുന്നു. So he turned back and he started thinking that I'm a Hindi speaking guy, some Bengali or Assami who has been brought and made to sit in the front.
അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ഞാന് ഹിന്ദി സംസാരിക്കുന്ന ഒരു ആസാമിയോ ബംഗാളിയോ വല്ലോ ആയിരിക്കും എന്നെ പിടിച്ചോണ്ട് മുന്നേ ഇരുത്തിയതാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. So he turns back and he tells the person behind, ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം തിരിഞ്ഞ് എന്നെ കൊണ്ടുവന്ന ആളിനോട് ചോദിച്ചു, ഇവനെ എന്തിനാ ഇവിടെ കൊണ്ടിരുത്തിയതെന്ന്. So the person they whispered something in the ears, and I could understand the entire, I could feel the entire shyness going all across the assembly hall. അപ്പൊ എന്നെ കൊണ്ടുപോയ ആള് മൂപ്പന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. മാത്രമല്ല അതിന്റെ ചമ്മല് ആ സഭാ ഹാളിൽ മുഴുവൻ പരന്നതായിട്ട് എനിക്കും അനുഭവപ്പെട്ടു. And apparently that day I had to speak from the topic called hypocrisy. അന്ന് എനിക്ക് സംസാരിക്കേണ്ട വിഷയവും കപടഭക്തി എന്നുള്ളതായിരുന്നു. So with a ready-made approach I got the anecdote then and there. അതുകൊണ്ട് ഞാന് വളരെ റെഡിമെയ്ഡ് ആയിട്ട് എനിക്ക് ലഭ്യമായിരുന്ന ആ അനുഭവം അവിടെ തന്നെ പങ്കുവെച്ചു. For all the 3 days these elders did not come and even shake hand with me. അതുകൊണ്ട് തന്നെ 3 ദിവസവും ഈ എൽഡേഴ്സ് ആര് എന്റെ അടുക്കിലേക്ക് വരികയോ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തരികയോ ചെയ്തില്ല. The first feeling of me was when he passed the statement of that sort, I felt as if I have reached the heaven and I am sitting around those 24 elders. ആ ഒരു പ്രസ്താവന കേട്ടപ്പോഴേ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് സ്വർഗത്തിലെ 24 മൂപ്പന്മാരുടെ മധ്യേ ഞാൻ എത്തപ്പെട്ട അവസ്ഥയെ കുറിച്ചാണ്. People sitting in the front or behaving in such a way really shows or exposes the hypocrisy of the heart, which God just hates it. മുൻനിരയിൽ ഇരിക്കുന്നവരുടെ ഇങ്ങനെയുള്ള മനോഭാവം വാസ്തവത്തില് അവരുടെ കപടഭക്തിയെ പുറത്തു കൊണ്ടുവരികയാണ്. അത് ദൈവം വെറുക്കുന്ന ഒരു കാര്യവുമാണ്. You read n number of instances in the gospel where Jesus Christ has been angry on the Pharisees and Sadducees just because of their hypocritic attitude. നമ്മള് സുവിശേഷങ്ങൾ വായിച്ചാല് കർത്താവ് ഈ പരീശന്മാരുടെ അടുത്തും ശാസ്ത്രിമാരുടെ അടുത്തും അവരുടെ കപടഭക്തിയുടെ വിഷയത്തില് അനേക പ്രാവശ്യം അവരോട് ദേഷ്യപ്പെടുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. My beloved, it is a very serious thing when it comes to hypocritic heart having ruling us in different way. പ്രിയപ്പെട്ടവരെ, വിവിധ തലങ്ങളില് നമ്മുടെ കപടഭക്തി നിറഞ്ഞ ഹൃദയം ഭരിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. If you open up before God, he will definitely honor you. കർത്താവൻ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായും നമ്മെ സഹായിക്കും. And be who you are before everyone. നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ള തരത്തില് നമുക്ക് എല്ലാവരുടെയും മുന്നിലായിരിക്കാം. Because we cannot hide our hypocrisy for long. നമ്മുടെ കപടഭക്തി നമുക്ക് ഒരുപാട് കാലം മറച്ചു വെച്ച് ജീവിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ. And the moment you give the space to hypocrisy or insensitivity, I will give you guarantee that your heart would tend to go to the way which world wants. നമ്മള് കപടഭക്തിയും അതുപോലെ തന്നെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലും ഒക്കെ എത്തപ്പെടുമ്പം തന്നെ നമ്മുടെ ഹൃദയം ഈ ലോകത്തിന്റെ ഗതിവിഗതികളിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതിന് എനിക്കൊരു സംശയവുമില്ല. Your heart needs a constant refining. I would say daily refining from the word of God. ദൈവവചനത്തിൽ നിന്നുള്ള അനുദിന ശുദ്ധീകരണം നമ്മുടെ ഹൃദയത്തിന് ആവശ്യമാണ്. So first step is you'll get into the rusting heart. The first step would be the insensitivity. Second stage would be the hypocrisy. നമ്മൾ ഒന്നാമത്തെ പടിയായിട്ട് കണ്ടത് നമ്മുടെ പ്രതികരണ ശേഷിയില്ലാത്ത ഹൃദയമാണ്. രണ്ടാമത്തെ പടിയായിട്ട് കണ്ടത് നമ്മുടെ കപടഭക്തി നിറഞ്ഞ ഹൃദയമാണ്. And finally, I would put it in this way: you will reach to a state where you will be full of hatred in your heart. അതിന്റെ മൂന്നാമത്തെ പടിയായിട്ട് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറയെ പകയുള്ള ഒരവസ്ഥയിലാണ്. Christ is asking a very blunt question. കർത്താവ് അവരോട് വളരെ നേരിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. That question is so straight in Mark chapter 3 verse 4. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തില് ആ ചോദ്യം വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം? Is it right to do good or evil? നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ശരി?
Okay, here Christ is bringing this man before those people. ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ കർത്താവ് കൊണ്ടുവരികയാണ്. And then he's saying, is it right for me to do good or evil? നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ അത് ഏതാണ് എന്നെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യം എന്ന് കർത്താവ് അവരോട് ചോദിക്കുകയാണ്. To put it in a very simple way, I can heal his hand, but is it right for me to heal or to do good, or not to heal and do evil? കർത്താവ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാണ് ചോദിക്കുന്നത്. ഇവന്റെ കൈ സൗഖ്യമാക്കുക വഴി അവനൊരു നന്മ ചെയ്യാൻ എനിക്ക് കഴിയും, ആക്കാതിരിക്കുക വഴി ഒരു തിന്മ ചെയ്യാനും കഴിയും. ഇതിൽ ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? Most of us, we have so much of right, we have so much of talent, we have so much of power, we have so much of capability, but still we are not doing good or we are not helping people. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും നന്മ ചെയ്യാനുള്ള പല അവകാശങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, കഴിവുണ്ട്. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നില്ല. We have so much of technology, but still we do not log into for the meeting, for the word of God learning or for other meetings. നമുക്ക് ധാരാളം സാങ്കേതിക വിദ്യ ഉണ്ട്, എന്നാലും നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വചനം പഠിക്കാനായിട്ടോ മറ്റു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ടോ നമുക്ക് താല്പര്യമില്ല. Why? Because we are not interested. എന്തുകൊണ്ടാണ്? നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. The reality is your heart do not like to sit in the presence of God. അതിന്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ മുന്നിലിരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ്. But you don't have to train your heart to watch a movie. എന്നാൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് ഇങ്ങനെയുള്ള പ്രശ്നമില്ല. That do not need any effort. അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ശ്രമവും ആവശ്യമില്ല. But my beloved, this is what Christ is asking you and me today. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് നിങ്ങളോട് എന്നോട് ഇന്ന് ചോദിക്കുന്നത്. Is it right to do good or evil? നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ശരി? And then he is also going a step forward. ഒരു പടിയും കൂടെ അവൻ മുന്നോട്ട് പോവുകയാണ്. Is it right to save life or to kill? ഒരു ജീവനെ രക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതാണ് ഏതാണ് ശരി? Because these boys had come in the synagogue in order to plot the killing of Christ. കാരണം ഈ പരീശന്മാര് ഈ സിനഗോഗിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് കർത്താവിനെ കൊല്ലാനായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ്. They were planning on Sabbath to kill Christ. ശബത്തിനെ ആ കർത്താവിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് അവരുടെ പദ്ധതി. I mean, can you see the heart of that hatred, heart of these Pharisees? ഈ പരീശന്മാരുടെ ഹൃദയത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആ ക്രോധം അല്ലെങ്കിൽ പക നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? They are so much full of that vengeance, that anger, that hatred towards Christ, that they were even plotting. അവരുടെ ഹൃദയത്തിൽ നിറയെ പ്രതികാര വാഞ്ചയും അതുപോലെ കോപവും അതുപോലെ പകയും നിറഞ്ഞിരിക്കുകയാണ്. My beloved, how is your heart? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം എങ്ങനെയിരിക്കുന്നു? When I was reading this portion, I was just thinking, why were they so interested to kill Christ? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴേ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, എന്തുകൊണ്ടാണ് കർത്താവിനെ കൊല്ലുവാനായിട്ട് അവർക്ക് ഇത്ര താല്പര്യം? It was just because their heart was full of hatred. അതിന്റെ കാരണം അവരുടെ ഹൃദയം നിറയെ പകയായിരുന്നു എന്നുള്ളതാണ്. And they were not willing to give their ears or their heart for learning of Christ's words. കർത്താവിന്റെ വചനങ്ങള് പഠിക്കാനായിട്ട് അവരുടെ ഹൃദയങ്ങളെ, അവരുടെ ചെവികളെ തിരിക്കുവാൻ അവർക്ക് മനസ്സിലായിരുന്നു. They were not at all interested. അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. I do not understand how could Christ be caught on healing this man on Sabbath? ഈ ശബത്തില് ഈ മനുഷ്യനെ സൗഖ്യമാക്കിയാൽ കർത്താവിനെ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. Because when he is healing this man is standing in the midst in the forefront. കർത്താവ് അവനെ സൗഖ്യമാക്കുന്ന സമയത്ത് അവന് ആ സിനഗോഗില് ഏറ്റവും മുൻനിരയിൽ തന്നെ നിൽക്കുകയാണ്. Christ must be standing on the pulpit or sitting in the front chair.
കർത്താവ് ഒരു പക്ഷെങ്കില് പ്രസംഗപീഠത്തിനരികിലോ അല്ലെങ്കിൽ ഏറ്റവും മുന്നിലുള്ള നിരയിലോ ആയിരിക്കണം ഇരിക്കുന്നത്. Now just imagine this scene. ആ രംഗം ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. Now Christ is asking that man to just stand and come and stand in the middle. കർത്താവ് അവനോട് പറയുക, നീ എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കാൻ. And then he's making statement, and then he says, let you be healed. കർത്താവ് നേരത്തെ പറഞ്ഞ പ്രസ്താവനകൾ അതിനുശേഷം നടത്തുകയാണ്. അതിനുശേഷം അവനോട് കൈ നീട്ടുക, നിന്റെ കൈ സൗഖ്യമാകട്ടെ എന്ന് പറയുകയാണ്. And then one statement healed this man. കർത്താവിന്റെ ഒരു പ്രസ്താവന ഈ മനുഷ്യനെ സൗഖ്യമാക്കി. Christ did not come and touch or did any kind of physical work there. വാസ്തവത്തിൽ കർത്താവ് അന്ന് ശാരീരികമായ ഒരു പ്രവൃത്തി ചെയ്യുകയോ അല്ലെങ്കിൽ അവനെ പോയി തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. Christ is not spitting down and making a lotion of the mud and applying on his hand, or not even taking a oil and putting on his hand. Nothing of that sort at all. കർത്താവ് തുപ്പല് തുപ്പിയിട്ട് മണ്ണ് കുഴച്ച് അവന്റെ കയ്യിൽ പുരട്ടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. Just one statement and he was healed. ഒറ്റ വാക്ക് അവൻ സൗഖ്യമുള്ളവനായി തീർന്നു. I don't understand, where did Christ do any effort or work to break the Sabbath? ഈ കാര്യത്തില് ശബത്ത് ലംഘിക്കത്തക്ക വിധത്തില് കർത്താവ് എന്ത് പ്രവൃത്തിയാ ചെയ്തെന്ന് മനസ്സിലാക്കാനേ കഴിയുകയില്ല. But the heart of these people? എന്നാൽ ഇവരുടെ ഹൃദയം നിങ്ങൾക്കറിയാമോ? Uncle, can you read verse 6, 7? 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസ് 3:6-7. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. യേശു ശിഷ്യന്മാരുമായി കടലക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. They went out and met the Herodians and other people to plan the killing of this Christ. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാനായിട്ട് ഹെരോദ്യരും മറ്റുള്ളവരുമായിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. My beloved, this is how the hardened heart does. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് കഠിനമായ ഹൃദയങ്ങൾ പ്രവർത്തിക്കുന്നത്. You will have no sensitivity at all. യാതൊരു പ്രതികരണ ശേഷിയും ഇല്ലാതെയായി തീരും. You will have a hypocritic thoughts in all through. നിറയെ കപടഭക്തി നിറഞ്ഞ ചിന്തകളായിരിക്കും. And finally you will land up in a stage where you will be hating people from the core. അവസാനമായിട്ട് ഒരു അവസ്ഥയിലെത്തും ആളുകളെ പക നിറഞ്ഞ ഒരവസ്ഥ. And you will go into that stage where you will just love to even finish them off. അവരെ അങ്ങനെ നശിപ്പിച്ച് കളയത്തക്ക വിധത്തില് ഉള്ള ഒരു ഹൃദയാവസ്ഥയിലേക്ക് എത്തും. What was the level of their heart? അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഏത് തലത്തിലായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? Until read verse 20, 21 and 22. What do they say about Christ? 20ഉം 21ഉം വാക്യങ്ങൾ 21ഉം 22ഉം വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 3:21, 22. അവന്റെ ചാർച്ചക്കാർ അത് കേട്ട്, is it 3:21? Yeah, 3:21. Yeah, carry on. അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബെയേൽസെബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. Can you imagine they had gone to a stage where they are absolutely defaming the Holy Spirit which is dwelling in Christ Jesus? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അപമാനിക്കത്തക്ക വിധത്തില്, മാനഹാനി വരുത്തത്തക്ക വിധത്തില് ആ അവസ്ഥയിലേക്ക് അവർ കടന്നു പോവുകയാണ്. This happens, my beloved, when we do not incline to the word of God. പ്രിയപ്പെട്ടവരെ, ദൈവ വചനത്തിലേക്ക് ചായാതെ ഇരിക്കുമ്പോൾ നമുക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. The heart becomes hardened heart and stone heart. നമ്മുടെ ഹൃദയം കാഠിന്യമുള്ള ഹൃദയമായി, കല്ലുകൊണ്ടുള്ള ഹൃദയമായി മാറുന്നു. We need a constant building, constant pruning of our heart daily. നമ്മുടെ ഹൃദയത്തെ അനുദിനം എന്നോണം പണിതുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അനുദിനം എന്നോണം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. There is no other option available in the world than coming back to Christ and asking him for help in refining your heart.
നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന കാര്യത്തില് കർത്താവിങ്കിലേക്ക് മടങ്ങി വന്ന് അവന്റെ കൃപാകടാക്ഷങ്ങൾ അഭ്യർത്ഥിക്കുക അല്ലാതെ വേറൊരു മാർഗം ഈ ഉലകത്തിൽ ഇല്ല തന്നെ. Christ has come in this world to renew our heart. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഹൃദയത്തെ പുതുക്കുവാനായിട്ടാണ്. So let us incline to Christ and Christ's word. നമുക്ക് കർത്താവിങ്കിലേക്കും കർത്താവിന്റെ വാക്കുകളിലേക്കും വചനങ്ങളിലേക്കും തിരിയാം. We may love the world. നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. We may be in the world for our daily needs. നമ്മുടെ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതും ശരിയായിരിക്കാം. But let us have our heart always glued to Christ and his word. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം അനുദിനമെന്നോണം കർത്താവിനോടും അവന്റെ വചനത്തോടും ഒട്ടിച്ചേർന്നതായിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. Because this is a very serious business. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവകരമേറിയ ഒരു കാര്യം തന്നെയാണ്. Because amount of word of God we are learning has an accountability before the presence of God. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ബാഹുല്യം ദൈവത്തോട് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. So let us be more and more in prayer for renewing our heart and helping Christ to help us in that manner. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ഹൃദയം കർത്താവ് നവീകരിക്കേണ്ടതിന് വേണ്ടി കർത്താവിനെ അതിന് അനുവദിക്കേണ്ടതിന് വേണ്ടി നമുക്ക് കൂടുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. Let us introspect whether we have an insensitive heart. നമ്മളിൽ തന്നെ ഒരു പ്രതികരണ ശേഷി നശിച്ച ഹൃദയമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. Let us also introspect whether we have a hypocritic heart. നമ്മളിൽ കപടഭക്തി നിറഞ്ഞ ഒരു ഹൃദയമുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ സ്വയം പരിശോധിക്കാം. And also find out whether we have a hatred heart. പക നിറഞ്ഞ ഒരു ഹൃദയമുണ്ടോ നമ്മളിൽ എന്നും നമുക്ക് സ്വയം പരിശോധിക്കാം. And ask God for the forgiveness, and he will definitely renew our heart. നമുക്ക് കർത്താവിനോട് ക്ഷമ യാചിക്കാം. അപ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെ പുതുക്കുക തന്നെ ചെയ്യും. Thank you so much for considering this word. May God bless all of us abundantly. ഈ വചനം ശ്രദ്ധിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.